അപ്പൊ നമ്മൾ പോകുന്നത് പറൂർക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടുന്ന് കുറച്ച് അടുത്തെന്ന് പറയാനായിട്ട് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് പോകുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ചില ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമേ കണ്ട ഒരു ചെറിയ തുണിക്കടയിൽ നമ്മൾ നിർത്തി കേട്ടോ. കാരണം നമ്മൾ വലിയ വലിയ കടകളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ വീട്ടിലിടാൻ പറ്റിയ ടൈപ്പുള്ള ഡ്രസ്സൊന്നും അവിടെ കാണില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഷോപ്പിൽ നിർത്തിയത് കേട്ടോ. അപ്പൊ നിവാമിക്ക് കുറച്ച് വീട്ടിലിടാൻ ഡ്രസ്സും പിന്നെ എനിക്ക് വേണമായിരുന്നു. പക്ഷെ എനിക്ക് ആ കടയിൽ ഉണ്ടായില്ല കേട്ടോ. അപ്പൊ നിവാമിയുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താ പറയാ, ഡെയിലി സോപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്യുന്നോണ്ടിട്ട് പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവും. അതുകൊണ്ടിട്ട് നിവാമി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നത്. പിന്നെ അവിടെ നിന്ന് അവനുള്ള ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടോ. അങ്ങനെ തിരിച്ച് പിന്നെ പോകുന്നത് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കണം. അതിക്കും ഇവിടെ ചേട്ടന് അടുത്ത പ്രോജക്റ്റിനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. എന്താ ലൈറ്റോ കാര്യങ്ങൾ എന്തൊക്കെയോ. അപ്പൊ നമ്മൾ ആ ഒരു ഷോപ്പിൽ പോവാൻ കേട്ടോ. അപ്പൊ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത ആൾ നിൽപ്പുണ്ട്. ബഹളൊക്കെ കേൾക്കാലോ. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ എത്തിയിട്ട് വാങ്ങിക്കുകയാണ്. അപ്പൊ ഈ ഒരു കുഞ്ഞു ലൈറ്റാണ് വേണ്ടത്. പക്ഷെ ഒരുപാട് കടകൾ അന്വേഷിച്ചിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പൊ ഒരു ചെറിയ ലൈറ്റ് എന്തോ അടുത്ത വർക്കിനായിട്ടാണ്. അപ്പൊ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ ഞാനൊക്കെ നിവാമി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെറിയ ഒരു കുഞ്ഞു ലൈറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് വാങ്ങിക്കണം. പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിവാമിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾക്ക് കടയിൽ വന്നപ്പോ അത് ഇതൊക്കെ വേണമെന്നുള്ളൊരു ചേട്ടൻ മേളിക്കേറ്റി ഇരുത്തിയാണ്. പിന്നെ എനിക്ക് വാങ്ങിക്കാനായിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലെത്തി കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് ഷോർട്ട്സും പിന്നെ ടീഷർട്ടൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ഈ സമയത്ത് നിവാമിയും പപ്പയും എന്റെ കൂടെ ഇല്ല കേട്ടോ. അവര് പുറത്താണ്. അപ്പൊ ഞാൻ നിവാമിക്ക് ഒരു കുഞ്ഞു ടോയ് വാങ്ങിട്ടോ. കാരണം ആളകത്ത് വന്ന് ഈ ടോയ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയാലോ, ഇവന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റിലൊന്നും ഒതുങ്ങില്ല. അപ്പൊ ഞാനൊരു കുഞ്ഞു ടോയ് വാങ്ങിച്ച് കൈ പിടിച്ച സമയത്താണ് ആള് വന്നിട്ടോ. പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നു. പിന്നെ അവിടെയൊക്കെ മൊത്തം ഓടി നടക്കായിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു കുഞ്ഞു ടോയാണ് ആൾക്ക് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. എന്തോ വലിയ ബഹളമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അത് വാങ്ങിച്ച് പിന്നെ നമ്മൾ പോയത് മൊബൈൽ ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ ചേട്ടനും പെൻഡ്രൈവും പിന്നെ എന്തൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ അവിടേക്ക് പോയതാണ് കേട്ടോ. നിവാ ബേബി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം എന്ന് ആകെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഒരുപാട് മൊബൈലിന്റെ കവറൊക്കെ കണ്ടപ്പോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. അത് അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കാണ്. അപ്പൊ പപ്പയുടെ പെൻഡ്രൈവിന്റെ എന്തോ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ കണ്ടോ നമ്മുടെ നിവാം ബേബി ഓടി നടക്കുന്ന കണ്ടോ. ഞാൻ വിളിച്ചിട്ടൊന്നും ആള് വരുന്നില്ല കേട്ടോ. ആള് അവിടെ ഇവിടേക്ക് നല്ല രസമുണ്ടല്ലോ അവിടെയൊക്കെ കാണാനായിട്ട്. അപ്പൊ പിന്നെ നമ്മൾക്ക് ഈ ഒരു സ്റ്റാൻഡും കൂടെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൊബൈലിന്റെ സ്റ്റാൻഡ് ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി മൊബൈലിന്റെ സ്റ്റാൻഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സമയത്ത് നിവാബേബിനെ ഞാൻ വിളിക്കുന്നുണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് അവനെ കുഞ്ഞിട്ടോയി ആ ഒരു സോഫാ സെറ്റിന്റെ പുറത്തൊക്കെ വെച്ചേക്കാണ്ടോ. അപ്പൊ പറയുന്നുണ്ട് ഈ ഒരു സ്റ്റാൻഡ് നമ്മുടെ വീട്ടിലിരിക്കണേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ചോദിക്കുമായിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ മിററിലൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റിയ ടൈപ്പുള്ള ഒരു സ്റ്റാൻഡ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പൊ അത് ആ ചേട്ടൻ കൊണ്ടുവന്ന് തന്നിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കുവാണ്. അപ്പൊ അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ